ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഡ്യുവൽ സിം ഇടുന്നത് എന്താണെന്നറിയാം. എന്നെ നിങ്ങൾ കാണുന്ന ഇച്ചിരി കുറച്ച് കണ്ടാലും പ്രകൃതിയുടെ ഭംഗിയും മനോഹാരിത നിങ്ങൾ ആസ്വദിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. I have a lot of friends, as you know. Most of them are highly sophisticated one, high positions, engineers, doctors, judges and all. I'm so proud of you all. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ സംഭവിക്കുന്ന ഒന്നുണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാനിങ്ങനെ റീൽസ് ചെയ്യുമോ ഫേസ്ബുക്കിലിട്ടിങ്ങനെ നടക്കുന്ന ആൾ മാത്രമല്ല, എൻ്റെ ജീവിതാനുഭവങ്ങളും പഠനങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്. അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു അമ്മ 6 മാസം ഗർഭിണിയായ അമ്മ കുഞ്ഞിനെ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് തുടങ്ങി. എൻ്റെ വിദ്യാഭ്യാസം അപ് ടു 3 years അവൻ സംസാരിക്കുന്നില്ല, പക്ഷെ നമ്മൾ സംസാരിക്കണം, അങ്ങനെ തുടങ്ങി. പിന്നെ അവൻ്റെ പഠനങ്ങൾ ഓരോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ബിസിനസ്സുകാർക്ക് ബിസിനസ് തുടങ്ങുന്നതിന് എൻ്റർപ്രനേഴ്സിന് വേണ്ടിയുള്ളത്, ഒരു എൻ്റർപ്രനർ സംസ്കാരം വളർത്തിയെടുക്കണം. ആരുടെയും കീഴിൽ ജോലി ചെയ്യുകയല്ല, സ്വന്തമായി 10 പേർക്ക് ജോലി കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കണം എന്നുള്ള വീഡിയോ ഉണ്ട്. ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് അത്ര ഭംഗിയായിട്ട് പോകുന്നില്ല, അതിനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ഒത്തിരി നാനാമുഖമായ വിഷയം. ഞാനൊരു ട്രെയിനറായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ, ഈ IMGയുടെ ഒരു ട്രെയിനറായിരുന്നു, പഞ്ചായത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയ അറിവ്, അത് ഇൻഡസ്ട്രീസിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റിലെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ ചാനലൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഒക്കെ എടുത്ത് കാണണം. ധാരാളം വീഡിയോസ് ഉണ്ട്. എൻ്റെ വീഡിയോസ് എല്ലാം ലെങ്തി വീഡിയോസ് ആയിരിക്കും, കാരണം എങ്കിലേ പ്രയോജനമുള്ളൂ. ഞാൻ കുറച്ച് അനുവാചകരെ സൃഷ്ടിക്കാനോ ലൈക്ക് നേടാനോ വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും, സൈമൺ ഷോർട്ടാക്കണം. ഞാൻ എങ്ങനെ ഷോർട്ടാക്കും? വലിയൊരു സബ്ജക്റ്റ് എങ്ങനെ ഷോർട്ടാക്കാൻ പറ്റും? ഷോർട്ടാക്കുമ്പോൾ അതിൻ്റെ ആ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ്. ഓക്കെ, ടൈം ഉള്ളതുപോലെ കണ്ടാൽ മതി, ധൃതി വെച്ചൊന്നും കണ്ട. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് പല പ്രാവശ്യം കേൾക്കും. ഇപ്പോൾ ബിസിനസ് നഷ്ടത്തിൽ വരുന്ന ആൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതിൽ പരിതപിക്കുമ്പോൾ കൂട്ടുകാരൊന്നും കാണത്തില്ല, ഉദ്ഘാടനം ചെയ്യാൻ വന്ന സിനിമാടിയൊന്നും കാണത്തില്ല, തന്നെ കാണത്തുള്ളൂ. ഭാര്യ പോലും ഭാര്യ ചീത്തയും പറഞ്ഞ് നിങ്ങളെല്ലാം നശിപ്പിച്ച് മനുഷ്യന്ന് പറഞ്ഞ് മാറിയിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഉത്തേജനം ഉണ്ടാകും, എങ്ങനെ ബിസിനസ് പോഷിപ്പിക്കാം, അത് വൃത്തികൊണ്ട് വരാമെന്നുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ ശ്രമിക്കുക. ഓക്കെ, അതൊന്ന്. രണ്ടാമത്, എനിക്കൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തെന്ന് പറഞ്ഞാൽ ഒരു അതിമാനുഷ്യനാണ്. അദ്ദേഹം ബിടെക് കഴിഞ്ഞ്, ബിടെക് പാസ്സായതിന് ശേഷം, മറൈൻ എഞ്ചിനീയറിംഗ് ബിടെക് പാസ്സായതിന് ശേഷം, എന്ന് അദ്ദേഹം പറയും, എനിക്കറിയില്ല, ഐ എം നോട്ട് എക്സാമിങ് ദി വെരി ട്രൂത്ത്, ബട്ട് ഹി ടോൾഡ് മീ ആൻഡ് ഐ ബിലീവ് ദാറ്റ്. അതേ ഒരു കപ്പലിൽ എൻജിനീയറായിട്ട് കയറി. ഇന്നിപ്പം കപ്പലിലെ ചീഫ് ഓഫ് സ്റ്റാഫായി അദ്ദേഹം വിരാജിക്കുകയാണ്. ഒരു നിങ്ങൾക്കറിയാം, കപ്പലിലെ ചീഫ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ശമ്പളം എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പോൾ അദ്ദേഹം അതിട്ട് അടിച്ചു പൊളിക്കുകയല്ല ചെയ്തത്, അദ്ദേഹം അത് ഇൻവെസ്റ്റ് ചെയ്തു. പ്രോപ്പർട്ടികൾ വാങ്ങിച്ചു കൂട്ടി, എസ്റ്റേറ്റുകൾ വാങ്ങിച്ചു കൂട്ടി, റിസോർട്ടുകൾ ആരംഭിച്ചു, എല്ലാം ചെയ്തു. ഇതൊക്കെ ഒരു ഞാൻ പറയുന്നു മാത്രം, ഇതൊന്നും നമ്മുടെ സംഭാഷണമായിട്ട് ബന്ധമില്ല. അപ്പോൾ അതായിട്ട് സംസാരിച്ചപ്പം ഞങ്ങൾ വളരെ അതീവ ഗൗരവമായ കാര്യം സംസാരിക്കാൻ ഒന്നിച്ചു കൂടിയപ്പം വണ്ടിയിരുന്ന് അയാളുടെ ബെൻസ് കാറിലിരുന്ന് ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറഞ്ഞു, ഏയ് മനുഷ്യ, തൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും അതിലെ അർത്ഥങ്ങളും ഞാൻ വീഡിയോ ആക്കും, ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വീഡിയോ ഒന്നുമില്ല. അതായത് ഒരു പച്ചയ മനുഷ്യൻ, അയാളുടെ ഓരോ വേർഡിലും എല്ലാം ഭയങ്കര ഹൈ തിങ്കിങ്ങാണ്. എനിക്കൊരു 100 വീഡിയോ എടുക്കാനുള്ള, ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു, സ്നേഹിത അങ്ങനെയൊക്കെ എന്താ സൈമൺ ചെയ്തോളൂ എന്ന്. അദ്ദേഹം ഇതിനിപ്പോൾ 3 റിസോർട്ടുണ്ട്, കുറേ എസ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തു. എൻ്റെ 58 or 56 ഒക്കെ ആയിരിക്കാം ഏജ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇയാൾ ഭയങ്കരമായിട്ട് ജീവിതത്തിൽ വിജയിച്ചെന്ന് വിചാരിക്കരുത്. അദ്ദേഹം വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിന് 3 മക്കളായിരുന്നു. 2 പേര് UK പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ജോലിയൊക്കെ ചെയ്യുന്നു. ഒരാൾ അമേരിക്കയിൽ ഉന്നത നിലയിൽ പാസ്സായി വലിയ കോൺട്രിബ്യൂഷനൊക്കെ നടത്തി നിൽക്കുന്ന ആളാണ്.
അദ്ദേഹത്തിൻ്റെ ഭാര്യ അയാളുമായിട്ട് ചേർന്ന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറി താമസിക്കുകയാണ്. അപ്പം അദ്ദേഹം ഒരു പുനർവിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതൊരു വശം. ജീവിതത്തിൽ എല്ലാം തികഞ്ഞ ദൈവം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന് ചില ഫൈൻഡിങ്സും പൊളിഞ്ഞു പോയിട്ടുണ്ട്. കേരളത്തിലൊരു വലിയ പദ്ധതിയെപ്പറ്റി ഇദ്ദേഹം നഖശിഖാന്ത് എതിർത്തു. അന്നേ ഞാനതിനെ എതിർത്തതാണ്. അദ്ദേഹം തെളിവുകൾ സഹിതമാണ്, അദ്ദേഹത്തിൻ്റെതായ തെളിവുകൾ സഹിതം സംസാരിച്ചത്. പക്ഷേ ഇന്നെന്താ സ്ഥിതി? ആ പദ്ധതി വിജയിച്ചെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ അതിന് ലാഭവിഹിതം ചോദിക്കത്തക്ക രീതിയിൽ നിയമങ്ങളുണ്ടാക്കി കളഞ്ഞു. അതുപോലെ കാര്യം മുമ്പോട്ട് വന്നു, സക്സസ് ആയി. ഒരാൾ എല്ലാം പറയുന്നത് ശരിയാണെന്നൊന്നുമില്ല, ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്നില്ല, നിങ്ങൾ പറയുന്നത് ശരിയാണെന്നില്ല. പൂർണ്ണമായ മനുഷ്യർ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നല്ല നുറുങ്ങുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഓക്കെ, ഞാൻ പറയാൻ കാര്യം, അദ്ദേഹം നേടിയെടുത്ത പഠനത്തിലൂടെ നേടിയെടുത്ത അറിവ്, കഴിഞ്ഞ 30-35 വർഷമായിട്ട് തൊഴിലിലൂടെ നേടിയെടുത്ത അറിവ്, ലോകം മുഴുവൻ സഞ്ചരിച്ച് വിവിധ തരത്തിലുള്ള മനുഷ്യരെ കണ്ട അറിവ്, കബളിപ്പിക്കപ്പെട്ട അറിവ്, ബുദ്ധിപൂർവം അതിനെ നേരിട്ട അറിവ്, അങ്ങനെ ഒത്തിരി. അതാണ് ഞാൻ അദ്ദേഹത്തെ കണ്ട ക്വാളിറ്റി. അപ്പോൾ അദ്ദേഹത്തിന് എന്തിനെപ്പറ്റി ഒരു അഭിപ്രായമുണ്ട്, അത് സുചിന്തമായ അഭിപ്രായം, അത് ഉറച്ചു നിൽക്കുകയും ചെയ്യും. അല്ലാതെ പ്രശ്നമുണ്ടാകും, അല്ലാതെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കാര്യം പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് മിസ്റ്റർ എന്ന് പറഞ്ഞ് മുമ്പോട്ട് ചാടി വരുന്ന സ്വഭാവം ചിലരുണ്ട്. എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ മുങ്ങിക്കളയും. ഇതേ അങ്ങനെയല്ല. തീർച്ചയായിട്ടും ജീവിതത്തിൽ നോക്കി കണ്ട് പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. പക്ഷേ എല്ലാം തികഞ്ഞവരില്ലല്ലോ. ഞാൻ അപ്പോൾ അതിൽ നിന്ന് വന്നൊരു കാര്യം പറയാം, ഒരു വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് റിട്ടയർമെൻ്റ് ഇല്ലെന്നാണ്. സൈമൺ, നമുക്ക് റിട്ടയർമെൻ്റ് ഇല്ല. ടിൽ ഡെത്ത് വി മസ്റ്റ് വർക്ക്, വി മസ്റ്റ് ലേൺ, വി മസ്റ്റ് ഡു സംതിങ് എൽസ്, വി മസ്റ്റ് വർക്ക് ഫോർ ദി സൊസൈറ്റി ആൻഡ് എവറി നോok and corner we must interfere and do something positively for the society. അദ്ദേഹം പറഞ്ഞത് പണം കിട്ടണമെങ്കിൽ ഇപ്പോൾ ടാറ്റയ്ക്കോ ബിർളയ്ക്കോ ഒക്കെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർക്ക് 10 തലമുറയ്ക്ക് ജീവിക്കാൻ പൈസയുണ്ട്. പക്ഷേ ഈവൻ ദോ ദേ ആർ മേക്കിംഗ്, ദേ ആർ ഡൂയിങ് ഫോർ വാട്ട്, ഫോർ ഹൂം? അതെ, അവർക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയും കൂടിയാണ്. ഈ വൻകിട കോർപ്പറേറ്റുകളെ, ബിസിനസ്സുകളൊക്കെ നമ്മൾ കുറ്റം പറയാറുണ്ട്. പക്ഷെ അവരത് ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യും? ഹു വിൽ ഡൂ ദാറ്റ് ഫോർ ദി എൻ്റർ സൊസൈറ്റി? അപ്പോൾ അതാണ് അതിൻ്റെ വിഷയം. അപ്പം ഇപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാൻ കാശ് മാത്രം പോരല്ലോ, സമൂഹത്തോട് ബാധ്യതയുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ്. ഒന്ന് കണ്ടു എൻ്റെ മാഡത്തിന് നടക്കാൻ വരുന്ന. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ സമൂഹത്തെ കെട്ടിപ്പടുക്കണമെങ്കിൽ അങ്ങനെ കുറേ പേര് ശ്രമിക്കണ്ടേ? അതാ ഞാൻ എൻ്റർപ്രണർഷിപ്പ്, അതാ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. നമ്മൾ വെറും കേവല ഉദ്യോഗസ്ഥന്മാരായിട്ട് മാത്രം വളർന്നാൽ പോരാ. ആരുടെയും കീഴിൽ അവൻ്റെ നിർദ്ദേശം കേട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു സമൂഹത്തിൽ 10 പേരെ നിർത്താം. ഒരു പോലീസ് ഓഫീസർ, ഒരു ക്ലർക്ക്, ഒരു ഓഫീസർ, ഒരു IAS ഓഫീസർ, ഒരു എൻ്റർപ്രണർ, അതായത് ഒരു വ്യവസായി, അല്ലെ വ്യാപാര ശൃംഖലയുടെ ഉടമ, ഒരു കച്ചവടം നടന്ന ആളല്ല. നോക്കി ആരായിരിക്കും തലയെടുപ്പാണ് നിൽക്കുന്നത്? അത് നിൽക്കുന്നവൻ എപ്പോഴും ആ എൻ്റർപ്രണറായിരിക്കും. കാരണം പോലീസ് ഓഫീസർക്ക് അവൻ്റെ മുതലും വേറെ ഓഫീസർമാരുണ്ട്, ക്ലർക്കിന് അവനെ മുകളിൽ സൂപ്പറുണ്ട്, എല്ലാവർക്കും എല്ലാവരും നീ. പക്ഷേ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതല്ല. അതുകൊണ്ടാണ് നാം അതിനെപ്പറ്റി പഠിക്കണം, അത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ സ്വയം ഒരു തൊഴിൽ ദാതാവായി മാറണം. ഒരു തൊഴിൽ ദാനം ചെയ്യുന്നവൻ്റെ കീഴിൽ അത് മോശമല്ല, പണിയെടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയാറൊരു കാര്യം, നമ്മുടെ അംബാനിയുടെ കാര്യം. ഇങ്ങനത്തൊരു വലിയ വ്യവസായി എൻ്റെ ഒരു ക്ലാസ്സിൽ, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ്സിൽ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചു, 73 ഞാനും അംബാനിയും ഒരുപോലെ ഏകദേശം ഒരേ സമയത്താണ് സ്ഥാപനം സ്ഥാപിച്ചത്. പക്ഷെ ഞാനിന്ന് എവിടെ നിൽക്കുന്നു അംബാനിയോട്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ് നടക്കുക. ഞാൻ പറഞ്ഞു ഇത് ക്ലാസ് സമയമല്ലേ, ലഞ്ചിന് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അത് നടന്ന സംഭവം പറയുന്നു, സംസാരിക്കാമെന്ന്. ഓക്കെ, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ് ഓൾറെഡി. അപ്പം വണ്ടിയൊക്കെ ഒന്ന് പുള്ളി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ വരുന്നത്. അവിടെ ഇൻഡസ്ട്രീസ് ഫുഡ് കൊടുക്കുന്നുണ്ട്, അത് കഴിക്കാറില്ല. പക്ഷെ അന്ന് അദ്ദേഹം അവിടെ നിന്നു.
എന്നെപ്പോലെ തന്നെ നമുക്ക് ചോറ് കിട്ടുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് തോന്നും. ഞാൻ വാസം പറഞ്ഞാൽ ഏതൊരു മലയാളിയെ പോലെ ഒന്ന് ആലോചിക്കാൻ സമയം കിട്ടാൻ വേണ്ടിയല്ല 5 കഴിഞ്ഞ് സംസാരിക്കുന്നത്. ഇദ്ദേഹം വീട്ടിൽ പോയി കഴിച്ചിട്ടൊക്കെ വരുമ്പോൾ എനിക്ക് ചിന്തിച്ചു. പക്ഷേ പുള്ളി കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു. പുള്ളിയുടെ ചോറുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു നല്ല ചിരി കൊടുത്തു. ഞാൻ എങ്ങനെയുണ്ട് ചോറ്, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങൾ? അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ പോകുന്നത് ഇതിലും നല്ല ഭക്ഷണം കഴിക്കാനൊന്നും വേണ്ടിയല്ല. ഞാൻ വളരെ ലഘുവായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാനോർത്ത് തന്നെ തരുമോ, പുള്ളിക്ക് ഇവിടെ നിന്നും പോലെ ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഒക്കെ വേണ്ടിയിട്ട് പോകുന്നതാണെന്ന് ഓർത്തിരുന്നു. അതൊക്കെ തെറ്റിദ്ധാരണമെന്ന് മനസ്സിലായില്ലേ? അത് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നേരെ ഒറ്റ ക്വസ്റ്റ്യൻ എൻ്റെ കുറേ പേര് ഇത് കേൾക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. എല്ലാവരും എൻ്റർപ്രനേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ദേ ആർ മോർ ആങ്ഷ്യസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. മോർ ഓവർ ദേ വാണ്ട് ടു നോ വാട്ട് ഈസ് മോളിക്യൂൾ, എന്താണ് ഇതിൻ്റെ മോളിക്യൂൾ അറിയണം അവർക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, while you are starting your business, what is your ambition? While you are starting your business, what is your ambition? He told me directly that my dream just to make some another companies, just to bought a Benz car, just to buy around 25 acres of rubber plot. Moreover, I want to send my wards to European countries for their further education. Oh, I congratulate you. Oh, very nice decision. Very nice dreams. You are working with that dream and do the work? Yeah, I am doing that work. What happened then? Did you achieve your goal? Yeah, within 5 years, I purchased some plot, rubber plantations, and I constructed another mosaic company, and I send my wards gradually to Europe. Now at present everything will be all right. Everything has succeeded for my dream. My dream come true. ഞാനൊന്ന് ചിരിച്ചു. Why are you laughing? I'm not joking. I'm telling my truth, my life. Yes, you're talking your life. But man, you must, anytime you read any book of Abdul Kalam, APJ Abdul Kalam. Yes, I'm reading. Yeah. You know, you must set your dream bigger and bigger. അങ്ങനെ വേണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ നെയ്യുമ്പം. കാരണം 5 വർഷം കൊണ്ട് തന്നെ നിങ്ങൾ ബിസിനസ്സിലൂടെ ഇതൊക്കെ നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ, നിങ്ങളുടെ ആ ഡ്രീം കഴിഞ്ഞപ്പോൾ എന്താ, നിങ്ങൾ ലക്ഷ്യത്തിലെത്തി. ഇനി എന്താ, ഇനി അങ്ങ് പോകുക മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഓ, അതാണോ ഞാൻ പറഞ്ഞത്? ശരി, ഇപ്പം നിൽക്കട്ടെ. ധീരുഭായ് എന്താ ചിന്തിച്ചേ? അതിലൊരു പെട്രോൾ പമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അതിലെന്താ ചിന്തിച്ചേ? എനിക്കൊരു പെട്രോളിയം കമ്പനിയുടെ ഉടമയാകണം. സാധാരണ രാജ്യങ്ങൾക്കേ പെട്രോളിയം കമ്പനി ഉള്ളൂ, വ്യക്തികൾക്കില്ല. വിദേശത്തെ കാണും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം അവിടെ പെട്രോൾ അടിക്കാൻ വരുന്ന ബെൻസ് കാറുകളോ ലെക്സസോ ഓഡിയോ BMW അല്ലായിരുന്നു. ഹിസ് ഡ്രീം ഇൻ ദാറ്റ് ടൈം ഇറ്റ് സെൽഫ് ഈസ് ജസ്റ്റ് ടു ഓൺ എ ഓയിൽ റിഗ്. മനസ്സിലായില്ലേ? അതിൽ നിന്ന് അദ്ദേഹം തുടങ്ങി ഓയിൽ റിഗ് സമ്പാദിച്ചു. അദ്ദേഹം അതൊക്കെ നേടി. അപ്പോൾ ഡ്രീം സെറ്റ് ചെയ്യുന്നതിൻ്റെ പിഴവാണ് നിങ്ങൾ സ്റ്റാഗ്നേഷനിൽ വന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹം അംഗീകരിച്ചു. അദ്ദേഹം അതിനുശേഷം വലിയൊരു കമ്പനി തുടങ്ങി, കംപ്ലീറ്റ് ഓട്ടോമേറ്റഡായിട്ട് തുടങ്ങി. ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഭയങ്കര പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു. അടിപൊളിയായിട്ട് അത് മുമ്പോട്ട് പോയി. അദ്ദേഹം ഇപ്പം വിശ്രമജീവിതം നയിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരു ട്രെയിനറാണ്. എൻ്റെ വേർഡ്സെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ മറന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റില്ല എന്ന് കാണുന്നതിൻ്റെ 10 മടങ്ങായിരിക്കണം. ഒരു യുവാവാണെങ്കിൽ യുവതിയാണെങ്കിൽ, ഇനി 65 വയസ്സുള്ള ഒരു യൗവനക്കാരനാണെങ്കിൽ, 80 വയസ്സുള്ള ഒരു പൈതലാണെങ്കിൽ, അങ്ങനെ വേണം സ്വപ്നങ്ങൾ. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഒരു കാർ ഉപയോഗിക്കുന്നത് 10 വർഷമായി, മാറുന്നില്ല. എന്താ? ഞാൻ അടുത്ത കാർ ഉപയോഗിക്കുന്നത് ബെൻസ് കാർ ഉപയോഗിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് CC എടുത്തൊരു കാർ മേടിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥനായ എൻ്റെ സ്വപ്നം ഒരു ബെൻസ് കാർ വാങ്ങിക്കണമെന്നായിരുന്നു. എൻ്റെ മോൻ കഴിഞ്ഞ പ്രാവശ്യം പപ്പ മേടിച്ചാൽ പറഞ്ഞു, വേണ്ട, നോക്കട്ടെ, ഞാനും നോക്കട്ടെ. മനസ്സിലായില്ലേ?
നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയണം. ആ ലക്ഷ്യത്തോടു കൂടി ജീവിക്കണം. നിങ്ങൾ വിജയിക്കുമെന്നേ, ബെൻസ് വാങ്ങിക്കുമെന്നേ. പക്ഷേ ഡ്രീം വേണം. സ്വപ്നം ഇല്ലാത്തവർ ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കുമോ? ഇനി ലോട്ടറി ദൈവം വഴിയിലിട്ട് വഴിയിൽ നിന്ന് ഇവന് കിട്ടി ആദ്യ ലോട്ടറി, അതും ഇനി ഇവൻ നോക്കി അടിച്ച്. എന്തൊരു കഷ്ടമാണ്. ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കത്തില്ല. നിങ്ങൾക്ക് സ്വപ്നങ്ങളിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കത്തില്ല. ചെറിയ സ്വപ്നങ്ങൾ കാണിച്ചാൽ ഈ ബിസിനസ്സുകാരന് പറ്റിയ പോലെ പെട്ടെന്ന് ഇത് അച്ചീവ് ചെയ്യും. നിങ്ങളുടെ ബുദ്ധിയും സാമർഥ്യവും അതിനുവേണ്ടിയുള്ള ഡെഡിക്കേഷനും ഫോർ തിങ്കിങ്ങും മുന്നോട്ട് തിങ്ക് ചെയ്യണം. ഒരു സിനിമാ സംവിധാനം സിനിമ പിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാം കുത്തിയിരുന്ന് കാണുമ്പം അയാളും കണ്ടാൽ മതിയോ? അയാൾ ആ രംഗങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടിരിക്കുന്നു. ഓരോ അഭിനേതാവിനോട് ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ മനോമുഖരത്തിൽ അതൊരു പിക്ചറായി നേരത്തെ അതിന് രൂപപ്പെട്ട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ അത്തരത്തിൽ വേണം നമ്മൾ ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സൗകര്യം പോലെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇറ്റ്സ് മീ ഐ ക്യാപിറ്റൽ ഇറ്റ്, അത് കഴിഞ്ഞ് അപ്പോൾസബിയസ് മീ സൈമൺ. അതിന് ധാരാളം വീഡിയോസ് ഉണ്ട്, ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളതിൽ ചൂസ് ചെയ്യുക. ഇതെല്ലാം ടൈം എടുക്കുന്ന വീഡിയോസാണ് അതെൻ്റെ ഒരു പ്രത്യേകത. പോസിറ്റീവ് ചാനലല്ലേ, ഒരാൾക്ക് ഒരു പ്രയോജനപ്പെടണം. അതുകൊണ്ടാണ്. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ലഘൂകരിക്കും ടൈം. അതൊക്കെ ശരിയാണ്. സമയമുള്ളവൻ കണ്ടാൽ മതി. സമയമുള്ളവർക്കും വീക്ഷണമുള്ളവർക്കും സ്വപ്നങ്ങളുള്ളവർക്കും ജീവിതമുള്ളൂ. അല്ലാത്തവൻ എന്തൊക്കെയോ കണ്ട് റീൽസും കണ്ട് അവൻ്റെ ലൈഫ് തീർന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കാം, പോസിറ്റീവായിട്ട് പോകാം. നമുക്കൊരു കൈ നോക്കാവുന്നേ. കം ഫോർവേഡ് ആൻഡ് ഡു. എങ്ങനെയുണ്ട്? ഓക്കെ, താങ്ക് യു. പ്രൈസ് അവർ ഗോഡ്.